വിതച്ച് പണി കഴിക്കണം. നട്ട് നെല്ലുണ്ടാക്കണം. നെൽകൃഷിയുമായി ബന്ധപ്പെട്ട ഒരു ചൊല്ലാണിത്. കൃഷിയുമായി ബന്ധപ്പെട്ട രണ്ട് സമീപനങ്ങൾ എന്ന് വേണമെങ്കിൽ പറയാം. വിതയും നടിയിലും. അവ തമ്മിൽ ഉള്ള വ്യത്യാസമാണ് ഇന്നത്തെ വിഷയം. നെൽകൃഷി വർഷത്തിൽ 3 തവണയാണ് ചെയ്യാറ്. ഒന്നാം വിള വിരിപ്പ്, രണ്ടാം വിള മുണ്ടകൻ, മൂന്നാം വിള പുഞ്ച. ആംഗലേയത്തിൽ പറഞ്ഞാൽ ഖരീഫ്, റബി, സൈഡ്. ഖാരീഫ് കൃഷി തുടങ്ങുന്നത് മഴക്കാലത്തോടെയാണ്. റാബി കൃഷി ശീതകാലത്തിന്റെ തുടക്കത്തിൽ. സൈഡ് ശീതകാലത്തിനിടയിൽ, കൊയ്ത്ത് വേനൽക്കാലത്തും. വിരിപ്പിലും മുണ്ടകനിലും വെള്ളത്തിൽ മുങ്ങിക്കിടക്കുന്ന പാടങ്ങളിൽ നിന്നും മോട്ടോർ ഉപയോഗിച്ച് വെള്ളം വറ്റിച്ചാണ് പുഞ്ചകൃഷി ചെയ്യുന്നത്. മുൻകാലങ്ങളിൽ പെട്ടിയും പറയും ഉപയോഗിച്ച്, ഇപ്പോൾ ചിലയിടങ്ങളിൽ വെർട്ടിക്കൽ ആക്സിയൽ ഫ്ലോ പമ്പുകൾ ഉപയോഗിച്ച് പുഞ്ചകൃഷിയിൽ ഒരു നെല്ലും ഒരു മീനും ആണ് ഏറ്റവും അനുയോജ്യം. ഒന്നിൽ നിന്നും നമുക്ക് അന്നജവും മറ്റേതിൽ നിന്നും മാംസ്യവും ലഭിക്കും. ഒരേ സ്ഥലത്ത് നിന്നും ഏറ്റവും വേഗത്തിൽ വിളവെടുക്കാനും 4 കുറയ്ക്കുക 5 മാസങ്ങൾ വിളവ് ദീർഘകാലം സൂക്ഷിച്ചു വയ്ക്കാനും കഴിയുന്ന വിളയാണ് നെല്ല്. ഒരു പാടശേഖരത്തിലെ കർഷകർ എല്ലാവരും ഒരേ മനസ്സോടെ ചെയ്യേണ്ട കൃഷിയുമാണത്. പല നേരത്ത്, പല ശൈലികളിൽ, പല ഇനങ്ങൾ ഒരേ പാടശേഖരത്തിൽ കൃഷി ചെയ്താൽ പണി പാളും. അങ്ങനെ വന്നാൽ ജലപരിപാലനവും വാട്ടർ മാനേജ്മെന്റ്, കീടരോഗ നിയന്ത്രണവും യന്ത്രക്കൊയ്ത്തും ഒക്കെ ബുദ്ധിമുട്ടാകും. അതുകൊണ്ടാണ് കൃഷി വകുപ്പ് പാടശേഖരാടിസ്ഥാനത്തിൽ സംഘകൃഷി, ഗ്രൂപ്പ് ഫാർമിംഗ്, നെൽകൃഷിയെ പ്രോത്സാഹിപ്പിക്കുന്നത്. ഒരു ചതുരശ്ര മീറ്റർ സ്ഥലത്തു നിന്നും 1000 ഗ്രാം നെല്ല് വിളയിക്കുവാൻ കഴിയും എന്നാണ് തത്വം. പോലെയുള്ള നെല്ലിനങ്ങൾ ആണെങ്കിൽ 4000 മണികൾ ചേരുമ്പോൾ 1 കിലോ ആകും. പറിച്ചു നടുന്ന രീതിയിൽ നുരികൾ, ഹെൽസ്, മൂട് തമ്മിൽ 20 സെന്റിമീറ്റർ അകലം നൽകിയാൽ ഒരു ചതുരശ്ര മീറ്റർ സ്ഥലത്ത് 25 മൂടുകൾ ഉണ്ടാകും. ഓരോ മൂട്ടിലും 4 ഞാറുകൾ എന്ന കണക്കിന് 100 ഞാറുകൾ. 15 കുറയ്ക്കുക 18 ദിവസത്തെ മൂപ്പിന് പറിച്ച് നട്ടാൽ 4 ആഴ്ച കഴിയുമ്പോൾ മലർ പൊരിയുന്നതുപോലെ ഞാറിൽ നിന്നും ചിനപ്പുകൾ പൊട്ടും. ഓരോ നുരിയിൽ നിന്നും 25 കുറയ്ക്കുക 30 ചിനപ്പുകളിൽ നിന്നുമായി 15 കതിരുകൾ എങ്കിലും ഉണ്ടായാൽ മൊത്തം അവിടെ നിന്നും 375 കതിരുകൾ. ഓരോ കതിരിലും 110 നെന്മണികൾ എങ്കിലും കിട്ടിയാൽ 4000 മണികൾ എന്ന ലക്ഷ്യത്തിലെത്തും. കൃത്യമായ അമ്ലക്രമീകരണം, ജൈവ രാസവള പ്രയോഗം, 1-2 തവണ ഇലകളിൽ സൂക്ഷ്മ മൂലക പ്രയോഗം എന്നിവ ആ വിളവ് ഉറപ്പുവരുത്തും. പക്ഷേ ഇങ്ങനെ അളന്നുതൂക്കിയൊക്കെ അപഗ്രഥിക്കുന്ന എത്ര കർഷകർ ഉണ്ട്? അതുപോട്ടെ, ഈ വിളവ് കിട്ടുന്ന എത്ര സർക്കാർ ഫാമുകളോ ഗവേഷണ കേന്ദ്രങ്ങളോ ഉണ്ടെന്ന് ചോദിച്ചാൽ ഈ ഉള്ളവന്റെയും ഉത്തരം മുട്ടും. ഏട്ടിലെ പശു പുല്ല് തിന്നില്ല ഉത്തമാ. നമ്മുടെ നെൽപ്പാടങ്ങളിൽ ഇത്രയധികം കളകൾ വളരുന്നത് നിരന്തരമായി കൃഷി നടക്കാത്തതുകൊണ്ടാണ്. മിക്കവാറും പാടങ്ങളിൽ ഒരു പൂ മാത്രമാണ് കൃഷി. ഒന്നുകിൽ മുണ്ടകൻ അല്ലെങ്കിൽ പുഞ്ച. പാലക്കാടും കുട്ടനാടിന്റെ ചില ഭാഗങ്ങളിലും ഒക്കെ മാത്രമാണ് ഇരുപ്പൂ കൃഷി. കർഷകർ രണ്ടാം വിള യഥാസമയം ഇറക്കിയാൽ നല്ല ഒരു മൂന്നാം വിള പേർ എള്ള് കൃഷി എടുക്കാം. പക്ഷേ ആ രീതി പിന്തുടരുന്നവർ തുലോം വിരളം. കൃഷി ഇല്ലാത്ത സമയത്ത് പാടത്തുള്ള പടുമുളകളും കളകളും മുളച്ച് അടുത്ത കൃഷിക്ക് വേണ്ട രോഗകീടങ്ങളെയും കളകളെയും സംഭാവന ചെയ്യും. ഒരേ പാടത്ത് തന്നെ ഒരേ സ്രോതസ്സിൽ നിന്നുള്ള ഒരേ ഇനം വിത്തുപയോഗിച്ചാലും 10 ആൾക്കും 10 വിളവായിരിക്കും. കാരണം അതിന്റെ വ്യത്യസ്തമായ പരിപാലനരീതികൾ ആണ്. മേൽ, ഇട, കീഴ്കണ്ടങ്ങളിൽ ഉള്ള മണ്ണിന്റെ ഫലഭൂയിഷ്ടി വ്യത്യാസവും മറ്റൊരു കാരണമാണ്. കിട്ടുന്ന വിളവിനെ അടിസ്ഥാനപ്പെടുത്തി കണ്ടങ്ങൾക്ക് പേരുകൾ പോലും കൊടുക്കാറുണ്ട്. പാട്ടത്തുകയിലും ഇക്കാര്യം പ്രതിഫലിക്കും. അനിയന്ത്രിതമായ നിലം നികത്തൽ മൂലവും തലങ്ങും വിലങ്ങും പാടം നികത്തി റോഡുകൾ നിർമ്മിച്ചത് മൂലവും പാടശേഖരങ്ങളിലെ ജല ആഗമന നിർഗമനം, വാട്ടർ ഇൻഫ്ലോ ഔട്ട്ഫ്ലോ ബാധിക്കപ്പെട്ടിരിക്കുന്നതിനാൽ നെൽകൃഷി മുടങ്ങിപ്പോയ എത്രയോ പാടശേഖരങ്ങൾ ഉണ്ട്. അതുപോലെ ചില ജലസേചന പദ്ധതികളിൽ നിന്നും അനിയന്ത്രിതമായും കാലം തെറ്റിയും വെള്ളം വന്നു മറിയുന്നതിനാൽ മൂന്നാം വിള എടുക്കാൻ പറ്റാത്ത പാടശേഖരങ്ങളും ഉണ്ട്. ഉദാഹരണം കൊല്ലം, ആലപ്പുഴ, പത്തനംതിട്ട ജില്ലകളിലെ കൃഷി വികസിപ്പിക്കാൻ വേണ്ടി രൂപകൽപ്പന ചെയ്ത കല്ലട് ഇറിഗേഷൻ പ്രൊജക്ട്. വിതച്ചു പണി കഴിക്കണം, നട്ട് നെല്ലുണ്ടാക്കണം. നെൽകൃഷിയിലെ വിതയും നടിയിലും തമ്മിൽ ഉള്ള വ്യത്യാസം ആ പഴഞ്ചൊല്ലിൽ പ്രകടമാണ്.